നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ FC ബാഴ്സലോണയെ റയൽ മാഡ്രിഡ് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ 39 മിനിറ്റ് കൊണ്ട് തന്നെ ഹാട്രിക് തികച്ചിരുന്നു വിനീഷ്യസ് ജൂനിയർ. അതോടുകൂടി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും റൊണാൾഡോ നസാരിയോക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്ത് കാണിച്ചിരിക്കുന്നു വിനി ജൂനിയർ. ഈ രണ്ട് മഹാരഥന്മാര് റയൽ മാഡ്രിഡിന് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുള്ളവരാണ്. പക്ഷേ അവരുടെ കരിയറിൽ നിരവധി ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും റയലിനായിട്ട് ബാഴ്സലോണക്കെതിരെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഹാട്രിക് നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ നേട്ടത്തിലേക്കാണ് വിനി ജൂനിയർ ഇന്നലെ കടന്നുപോയത്. 7-ാം മിനിറ്റില് 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഗോൾ അടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെലിബ്രേഷനും ഇട്ടങ്ങ് തുടങ്ങിയതാ. 39 മിനിറ്റ് കൊണ്ട് ഹാട്രിക് അങ്ങ് പൂർത്തിയായി. നോക്കുക, നീദർ റൊണാൾഡോ നോർ ക്രിസ്ത്യാനോ റൊണാൾഡോ എവർ സ്കോർഡ് എ ഹാട്രിക് ഫോർ റയൽ മാഡ്രിഡ് അഗെയിൻസ്റ്റ് ബാഴ്സലോണ. സ്കോക്ക കൃത്യമായിട്ട് അതിന്റെ ഒരു റെക്കോർഡിന്റെ അലേർട്ട് പുറത്തുവിടുന്നു. കഴിഞ്ഞില്ല. നോക്കുക, ബ്രസീലിയൻ താരം ആദ്യമായിട്ടാണ് എൽ ക്ലാസിക്കോയില് റയൽ മാഡ്രിഡിനായിട്ട് ഹാട്രിക് നേടുന്നത്. ഇനി അതുമല്ല, ബാഴ്സലോണക്ക് വേണ്ടിയിട്ടും കുറെ ബ്രസീലിയൻ താരങ്ങൾ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മൊത്തം എടുക്കുകയാണെങ്കിൽ 1994-95 സീസണിൽ റൊമാരിയോ ബാഴ്സലോണക്ക് വേണ്ടി റയലിനെതിരെ ഹാട്രിക് അടിച്ചു. എൽ ക്ലാസിക്കോയില് റൊമാരിയോ ഹാട്രിക് അടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ബ്രസീലിയൻ താരം ഹാട്രിക് നേടുന്നത്. ആരൊക്കെ കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ? റൊണാൾഡിനോ കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുണ്ട്, റൊണാൾഡോ നസാരിയോ കളിച്ചിട്ടുണ്ട്. അവർക്കൊന്നും സാധിക്കാത്തത് വിനി ജൂനിയർ ഇപ്പോൾ സാധിച്ചെടുത്തിരിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞില്ല. വിനി ജൂനിയർ ഫസ്റ്റ് ഹാഫിൽ ഇവിടെ ഹാട്രിക് നേടുകയാണ്. 2022 ശേഷമുള്ള തൻ്റെ ആദ്യത്തെ റയൽ മാഡ്രിഡിനായുള്ള ഹാട്രിക് ആണത്. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ഹാട്രിക് നേടുന്ന തൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ 2023 ശേഷമുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ആദ്യത്തെ ഹാട്രിക് ആണ്. കഴിഞ്ഞ 5 സീസണിനിടയിലുള്ള എൽ ക്ലാസിക്കോയിലെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മാത്രം ഹാട്രിക് ആണിത്. 2023 ഏപ്രിലിൽ കരീം ബെൻസിമ ഹാട്രിക് നേടിയിരുന്നു. അതിനുശേഷം ഇത് ആദ്യമായിട്ട് വിനി ജൂനിയർ ഹാട്രിക് നേടുന്നു. സോ വിനി പൊളിച്ചടുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. അതുകൂടാതെ റോഡ്രിഗോ നല്ലൊരു ഗോൾ അടിച്ചു. ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിൽ ആദ്യമായിട്ടാണ് വിനിയും റോഡ്രിഗോയും രണ്ടുപേരും ഒരേ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഗോൾ അടിക്കുന്നത്. അപ്പം ബ്രസീലിയൻ ഡിയോ തീർച്ചയായിട്ടും കഴിഞ്ഞ രാത്രി അടക്കി ഭരിച്ചിട്ടുണ്ട്, അവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ബാഴ്സലോണ തകർത്ത് തരിപ്പണമായത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.